പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക്. ജില്ലയിൽ LDF നിയോജക മണ്ഡലം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകുന്നു. എറണാകുളം ജില്ലയിൽ ഇതുവരെ പത്രിക നൽകിയത് 29 പേരാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനാൽ പ്രചാരണത്തിൽ ഇടത് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഓടിയെത്താൻ കഷ്ടപ്പെടുകയാണ് UDFന്റെ സ്ഥാനാർത്ഥികൾ. ഷീജ ചേരുകയാണ്. ഷീജ, തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കടക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണി ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴും UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് പത്രിക നൽകാൻ കൂടി കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറുന്നത് ഷീജ? ഷമ്മി, ഏതായാലും കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരാഴ്ച പിന്നിടുന്ന ഈ ഒരു സമയം വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഒരു മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ അന്ന് മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കൂടി ഇറങ്ങാൻ LDF സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഭൂരിപക്ഷം LDF സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രികയടക്കം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ നാളെ തന്നെ നാമനിർദ്ദേശ പത്രിക രാവിലെ തന്നെ സമർപ്പിക്കുന്നതായിരിക്കും. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം എന്ന് പറയുന്നത്. പക്ഷേ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയതുമായി വെച്ച് നോക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥികളും BJP സ്ഥാനാർത്ഥികൾക്കും ആ രീതിയിൽ നാമനിർദ്ദേശ പത്രിക അടക്കം സമർപ്പിക്കാൻ ഇതുവരെയായി സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കാരണം അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത് തന്നെ ഏറെ വൈകിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങൾ നിലനിന്ന ഒരു സാഹചര്യമാണ്. അത് UDFിലാണെങ്കിലും NDAയിലാണെങ്കിലും ഉണ്ടായിരുന്നത്. UDFിലാകട്ടെ UDF ക്യാമ്പ് ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിനു ശേഷം, പ്രഖ്യാപനം നടന്നതിനു ശേഷം അതിന്റെ അതൃപ്തി ഇപ്പോഴും UDFിനുള്ളിൽ പുകയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഇതുവരെയും തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചരണ രംഗത്ത് പൂർണ്ണതോതിൽ അവർക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ക്യാമ്പ് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ട പ്രചരണം ഇന്നോടുകൂടി പൂർത്തിയാക്കി അടുത്ത ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുന്ന രീതിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ക്യാമ്പുകൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് നാളെ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിന് രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. സംസ്ഥാനത്ത് ഏകദേശം നാളെ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പര്യടനം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, അതിന് പിന്നാലെ തന്നെ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എത്തുന്നുണ്ട്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, കൂടാതെ സുഭാഷിണി അലി തുടങ്ങിയവർ ഒക്കെ, കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ളവർ ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും നമുക്ക് അടുത്തൊരാഴ്ച കാണാൻ സാധിക്കുക. അത് LDF പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയാക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കൃത്യമായ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്, അതിന്റെ തുടർച്ച ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. നാളെ ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞാൽ മറ്റന്നാളാണ് സൂക്ഷ്മ പരിശോധന. കാരണം ഇനിയിപ്പോൾ 18 ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പിന് വേണ്ടി അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മണ്ഡലങ്ങളിലെ ഓരോ മുക്കിലും മൂലയിലും ഓടിയെത്തുന്നതിന്റെ ഒരു തിരക്കിൽ തന്നെയാണ് പ്രധാനമായും സ്ഥാനാർത്ഥികളുള്ളത്. ഷമി, തീർച്ചയായും ഷീജ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ വരും നാളുകളിൽ എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രിക. അപ്പോൾ ഈ വിഷയങ്ങൾ വളരെ ലളിതമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളോടും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം കേരളത്തിൽ ഒരു ചർച്ചയായി മാറുന്നു. അതേസമയം അപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നാം കാണുകയാണ്. ഒരു സീറ്റിന് വേണ്ടി മുൻ KPCC അധ്യക്ഷൻ ദില്ലിയിൽ പോയി 4 ദിവസം മിണ്ടാതെ ഉരിയാടാതെ ഒരു മുറിയിൽ കയറി കഥകടച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു ധാരണയുമില്ലാതെ, പരസ്പര സഹകരണമില്ലാതെ ഒരു മുന്നണി കേരളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ 2 മുന്നണികൾ, ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് നിയമം അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും തമ്മിൽ വ്യക്തമായ ധാരണ ഉണ്ടാകുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. മറ്റൊരു ഉദാഹരണം പാലക്കാട്. അവിടെയും ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത തരത്തിലേക്ക് ഉള്ള ധാരണ BJPയും കോൺഗ്രസും തമ്മിൽ രൂപപ്പെടുന്നു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ചർച്ചയായി വരികയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ, നേതാക്കൾ ഒക്കെ തന്നെ ആ കാര്യം ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. മറുഭാഗത്ത് എന്താണ് ഷീജ, അവർക്ക് എന്താണ് പറയാനുള്ളത്?
തീർച്ചയായും ഷമി, കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറെ പിന്നിൽ തന്നെയാണ് UDF-ഉം NDA-യും ഉള്ളത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെയായി പൂർണ്ണമായും UDF-നും അതോടൊപ്പം തന്നെ NDA-ക്കും സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും UDF-ന്റെ കാര്യത്തിൽ കോൺഗ്രസിലേക്ക് മാത്രം തന്നെ എത്തുകയാണെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിക്കുമ്പോൾ അവിടെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാകാൻ തീരുമാനിച്ചിരുന്നവർ അതിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സമവായങ്ങളിലുണ്ടായ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിൽ സ്ഥാനാർത്ഥികളിൽ മാറ്റമുണ്ടാകുമ്പോൾ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ജോസഫ് അഴകിന്റെ അടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ നേരത്തെ തന്നെ പോസ്റ്ററും ബാനറുകളും ഒക്കെ തയ്യാറാക്കി പ്രചരണത്തിന് വേണ്ടി സജ്ജമായിരിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഇടം നേടിയിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ അത് പലയിടങ്ങളിലും അതൃപ്തികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരന്റെ കാര്യത്തിൽ പോലും കെ സുധാകരനെ പൂർണ്ണമായും അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴും സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം പരസ്യമായി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ പോലും പാർട്ടിക്ക് വിധേയമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ കെ സുധാകരൻ ഫാക്ടർ പോലും തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിനുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനെ വലിയ തോതിൽ അലട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിനൊപ്പം തന്നെയാണ് ഷമ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സമവാക്യങ്ങൾ, പ്രത്യേകിച്ചും കോൺഗ്രസും BJP-യും തമ്മിൽ പലയിടങ്ങളിലും കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. അതിലൊന്നും തന്നെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സംസാരിക്കാനോ ഒരു നേതാക്കളും തയ്യാറാകാത്തൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇടതുമുന്നണിയാകട്ടെ, ഇടതുമുന്നണി ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അവർ പറയുന്നത് മറ്റു വിഷയങ്ങളിലേക്കൊന്നും തന്നെ വിവാദങ്ങളിലേക്ക് മറ്റ് മുന്നണികളിലെ വിവാദങ്ങളിലേക്ക് കടക്കാതെ കൃത്യമായ രീതിയിൽ തന്നെ എന്താണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്, അതിന്റെ തുടർച്ച എന്തുകൊണ്ടുണ്ടാകണം, അതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ സംസ്ഥാന വ്യാപകമായി ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി കൺവീനറും എല്ലാവരും ഒറ്റ സ്വരത്തിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഷമ്മി, ഷീജ, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന നുസൂർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നേമത്ത് BJP-യെ സഹായിക്കുന്നതിന് പകരം വട്ടിയൂർക്കാവിൽ തിരിച്ച് BJP കോൺഗ്രസിനെ സഹായിക്കും. ഷീജ, ചാത്തന്നൂർ പോലൊരു നിയമസഭാ മണ്ഡലം 2 തവണ BJP 2ാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലത്തെ ഫോർവേഡ് ബ്ലോക്കിന് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്ന തലത്തിലേക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാറുന്നു എന്നുള്ളതാണ്. പിന്നീട് അത് തിരിച്ചെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ എങ്ങനെ BJP-യും കോൺഗ്രസും തമ്മിൽ ഉള്ള ഒരു ബന്ധം അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ, അതായത് BJP-ക്ക് ഒരു 4ഓ 5ഓ സീറ്റ് കൊടുക്കുന്ന തരത്തിൽ കേരളത്തിൽ BJP-യും കോൺഗ്രസും തമ്മിൽ വ്യക്തമായ ധാരണയുണ്ട് എന്നുള്ളതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഷീജ, തീർച്ചയായും ഷബി, നുസൂർ പറഞ്ഞതുപോലെ തന്നെ അത് ഒരു മണ്ഡലത്തിലെ മാത്രം കാര്യമല്ല. ചില മണ്ഡലങ്ങളിൽ, അതായത് പ്രധാനമായും ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ കഴിഞ്ഞ തവണ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടാമതായി എത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കുപോക്ക്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെ അത് പുറത്തു വരുന്നൊരു സാഹചര്യം അടക്കം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി നേതാക്കളായാലും പ്രവർത്തകരായാലും ഒറ്റ സ്വരത്തിൽ പറയുന്നത്, ഇവിടെ BJP-ക്ക് ഇനി അക്കൗണ്ട് തുറക്കണമെങ്കിൽ അതിന് കോൺഗ്രസ് സഹായിക്കണം. അപ്പോൾ എങ്ങനെ കോൺഗ്രസ് ഓരോ മണ്ഡലത്തിലും സ്വീകരിക്കുന്ന സമീപനം എന്ത് എന്നത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമാകുന്ന ഒരു ഫാക്ടർ എന്നുള്ളതിൽ സംശയമില്ല. കാരണം പലയിടങ്ങളിലും അത്തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് നേതാക്കളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.